ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലേൺ വിത്ത് എൻ&കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും +1 കൊമേഴ്സിൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്ക് പഠിക്കാനുള്ള ഒരു മെയിൻ തിയറി സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്, അതേപോലെ തന്നെ അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ചിലർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ചിലർക്ക് മാത്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പം അതിനകത്തെ ബിസിനസ് സ്റ്റഡീസ് എന്നൊരു തിയറി പാർട്ടാണ് തിയറി സബ്ജക്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ കുട്ടികളെ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ കൊമേഴ്സ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾ ഇതുവരെ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്നിരിക്കുന്ന സബ്ജക്റ്റുകൾ പോലെയല്ല, കുറച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമിലോട്ട് നിങ്ങളൊരു വേറൊരു ഒരു കടമ്പയിലോട്ട് കടന്നേക്കുവാണ് +1 എന്നുള്ളൊരു ക്ലാസ്സിലേക്ക്. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ കൊമേഴ്സ് എന്നൊരു സ്ട്രീം എടുത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനൊരു സബ്ജക്റ്റ് എന്തൊക്കെയായിരിക്കും പഠിക്കാനുള്ളത്, ഇത് പഠിക്കാൻ എളുപ്പമാണോ എന്നൊക്കെ ഉള്ളൊരു കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾ ആ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഉണ്ടാകും. മക്കളെ, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സയൻസ് എടുത്തിരിക്കുന്ന പിള്ളേർക്ക് ഇവർ പല പ്രാവശ്യം നമ്മൾ 8ലും 9ലും 10ലൊക്കെ പഠിച്ച് തന്നെ സബ്ജക്റ്റിൻ്റെ കുറച്ച് ഫെമിലിയാരിറ്റി അവർക്ക് കുറച്ച് കാണും. എന്നാൽ നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, പുതിയൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പം അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു വിഷയം കൂടിയാണ് കൊമേഴ്സ്. അതേപോലെ തന്നെ കൊമേഴ്സ് എടുത്തിരിക്കുന്ന പിള്ളേർക്ക് അവരുടെ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് കൊമേഴ്സ്. അതിൻ്റെ ജോലി സാധ്യതകളും നല്ല രീതിക്ക് വലുതാണ്. CA, CMA, അതേപോലെ തന്നെ CS എന്നീ പല മേഖലകളിലേക്ക് അവർക്ക് കടക്കാനും സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് മെയിൻ തിയറി ആയിട്ടുള്ള പോർഷന് ബിസിനസ് സ്റ്റഡീസ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെയിൻ ചാപ്റ്ററായ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ്, ട്രേഡ്, കൊമേഴ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള മക്കളെ, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ബുക്കും പേനയും പേപ്പറും കൂടെ ഒന്ന് എടുത്ത് വെക്ക്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നീട് അത് വായിച്ച് നോക്കുമ്പോഴും എക്സാമിൻ്റെ ടൈമിൽ റിവൈസ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന ബിസിനസ്, ട്രേഡ്, കൊമേഴ്സ് എന്നാണ് പഠിക്കുന്നത്. അപ്പം ബിസിനസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ആ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദെയർ ഡെയിലി ലൈഫ് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹ്യൂമൻ ബീയിങ്സ് എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദെയർ ഡെയിലി ലൈഫ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ഓരോ പല കാര്യങ്ങളായുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകുന്നു. എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് ഡിസയർ. ഇപ്പം നിങ്ങൾ ഓരോ മനുഷ്യരും, ഇപ്പം എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കാണും. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതിനെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇപ്പം ഞാൻ ഒരു ബുക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസാണ്. അപ്പം എല്ലാവർക്കും ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് മനസ്സിലായല്ലോ.
human beings engaged in different type of activities in order to satisfy the needs and desire. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാനായിട്ട് ഹ്യൂമൻ ബീയിങ്സ് ഓരോരോ കാര്യങ്ങൾ ഡെയിലി ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് അത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ അവർക്ക് പൈസ നേടാനായിട്ട്, ടു ഏൺ മണി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ, ടു ഗെയിൻ സാറ്റിസ്ഫാക്ഷൻ, ഓർ ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഏർപ്പെടുന്നത്. അപ്പം മക്കളെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എന്താണ് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് വൺ ഈസ് ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. സോ ഹ്യൂമൻ ആക്ടിവിറ്റീനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് ആക്ടിവിറ്റി, രണ്ടാമത്തെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണായിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇക്കണോമിക് ആക്ടിവിറ്റീസ്, those activities which are undertaken by the peoples with the object of earning money are known as ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് ഓരോ മനുഷ്യരും, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ പൈസ ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾസ് എൻഗേജ്ഡ് ഇൻ ആൻ ആക്ടിവിറ്റി, ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, ഏർണിങ് മണി. ഈ ഒരു പോയിൻ്റ് അവിടെ വേണം. ഇക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ activities which are undertaken by the peoples with the objective of earning money. പൈസ ഉണ്ടാക്കാനായിട്ട് ആളുകൾ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആകുന്നു. ആ ആക്ടിവിറ്റീനെ വിളിക്കുന്ന പേരാണ് ഇക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ പഠിച്ചല്ലോ. സോ സെക്കൻഡ് പോയിന്റ്, ദ പർപ്പസ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നത് മക്കളെ? അതായത് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, the purpose of economic activity is to earn money which is used for further creation of wealth or asset. ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ ഈ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആകുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട്, എനിക്ക് എക്സാമ്പിൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെന്താണ്, ഓരോരുത്തരും ഇപ്പം ഫസ്റ്റ് എക്സാമ്പിൾ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ ഫാക്ടറി. അതായത് ഒരു ഫാക്ടറി, ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരു ഫാക്ടറി ഉടമസ്ഥ എന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ എന്താണ്, വർക്കേഴ്സ് കാണും. നിങ്ങൾ ഓണറാണ്. അപ്പം നിങ്ങൾ ഓണറാണ്, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അതെന്ത് ചെയ്യും, അവർ ആ ഒരു ഫാക്ടറിയിൽ കുറച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കടയിൽ കൊണ്ടുപോയി വിൽക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും. അത് നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലേ. ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പൈസ എവിടെ ഉണ്ടാക്കുന്നു, ആ ഒരു ഏർണിംഗ് മണി, ആ ഒരു ആക്ടിവിറ്റീനെ എന്താണ്, ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നു. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ് മക്കളെ, ലോയർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ലീഗൽ സർവീസ് അല്ലേ. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ, കേസുകൾ വരുമ്പം ഒരു ലോയറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ്, അവർ നമുക്ക് അഡ്വൈസ് തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ക്ലയൻ്റാണ്. ആ ക്ലയൻറ്റിന് അവർ ഓരോരോ അഡ്വൈസ് തന്നിട്ട് അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഫീസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ലോയർക്ക് എന്ത് കിട്ടി, പൈസ കിട്ടി, ഏർണിംഗ് മണി. അവിടെ പൈസ ഉണ്ടായി ലോയറിൻ്റെ കയ്യിൽ. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് ഇക്കണോമിക് ആക്ടിവിറ്റി. അതേപോലെ തന്നെ വർക്കിംഗ് ഇൻ എ സ്കൂൾ, ഒരു ടീച്ചർ, നമ്മളെ പഠിപ്പിക്കുന്ന ഓരോരോ ടീച്ചേഴ്സിനെ ഓർത്താൽ മതി. അവരെന്താണ്,
കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, സ്കൂളിൻ്റെ വഴി അവർക്ക് സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്ത് മണി ഏൺ ചെയ്തു. എന്നിട്ട് ഈ പൈസ എല്ലാം കൂടെ അവരെന്ത് ചെയ്യും, ചിലപ്പം ഈ പറഞ്ഞ ഇപ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ നിന്നുള്ള ഗുഡ്സ് വിറ്റിട്ട് സാധനങ്ങൾ വാങ്ങിച്ച പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ലാൻഡ് വാങ്ങിക്കും, അല്ലെങ്കിൽ വീണ്ടും ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കൊണ്ടുപോയി കുറച്ച് ബാങ്കിലിടും. അതാണ് നമ്മൾ പഠിച്ചത്. ദ പർപ്പസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഈസ് ടു ഏൺ മണി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ ക്രിയേഷൻ ഓഫ് വെൽത്ത് ഓർ അസറ്റ്. നമുക്ക് കിട്ടിയ പൈസ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം നല്ല രീതിക്ക് യൂസ് ചെയ്യും. അതായത് ബാങ്കിൽ കൊണ്ടുപോയി സേവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിക്കും, അല്ലെങ്കിൽ വീണ്ടും ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആകും. സോ അത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഒന്നാമത്തെ മക്കൾക്ക് മനസ്സിലായല്ലോ. ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു, ഇക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, എന്തിനാണ് ചെയ്യുന്നത്, ഏർണിംഗ് മണി. ആ ഒരു പോയിന്റ് അതിലുണ്ടായിരിക്കണം എക്സാമിന് എഴുതുമ്പോൾ. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വെൽത്തും അസറ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ, എല്ലാത്തിനും ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ എക്സാമിന് എഴുതുവാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ആദ്യമേ ഹെഡിങ് എഴുതുക, എക്കണോമിക് ആക്ടിവിറ്റി. 2 പോയിന്റ് എഴുതാൻ പറ്റുമെങ്കിൽ 2 പോയിന്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഏർണിംഗ് മണി എന്നുള്ളൊരു ആ പോയിന്റ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് സെൻറ്റൻസ്, ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദ പീപ്പിൾ വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് മണി, അതിനെ വിളിക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റി. ഒരു എക്സാമ്പിളും കൂടെ എഴുതാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. സോ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. ഇനി അടുത്ത നോൺ എക്കണോമിക് ആക്ടിവിറ്റി. മക്കളെ, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ആദ്യത്തെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ പൈസ സമ്പാദിക്കുന്നു. എന്നാൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്. നമുക്കവിടെ പൈസയൊന്നും കിട്ടുന്നില്ല. നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വായിക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. The activities which are undertaken by the individuals with the motive of getting psychological satisfaction or out of sentiments or out of religious obligation are known as economic activity. അതായത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണത്തില്ലായിരിക്കും. അതായത് ഓരോ മനുഷ്യരും ഓരോരോ ആക്ടിവിറ്റീസിൽ ഇൻഡിവിജ്വൽസ് നമ്മളെപ്പോലെയുള്ള മനുഷ്യർ എൻഗേജ്ഡ് ആകുന്നുണ്ട്. അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എഴുതാൻ പറ്റും, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കാം അവർ ആ ഒരു കാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സെൻറ്റിമെൻറ്റ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് കൊണ്ടായിരിക്കാം അവർ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന. അങ്ങനെയുള്ള ആക്ടിവിറ്റികളെ വിളിക്കുന്ന പേരാണ് ഇക്കണോമിക് ആക്ടിവിറ്റി. ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഒരു റിലീജിയൻ ഇപ്പം നമുക്ക് പല റിലീജിയൻ ഉണ്ട്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അപ്പോൾ ഓരോരോ മതസ്ഥർക്കും പല രീതിയിലുള്ള പ്രേയേഴ്സ് ഉണ്ടാകും. ഇപ്പം എന്താണ്, ഒരു അമ്പലത്തിൽ പോയ ഒരാൾ പ്രാർത്ഥിക്കുന്നു. അതെന്താ, പ്രേയിങ് ടു ഗോഡ് ഫോർ സ്പിരിച്വൽ പീസ്. എന്താണ്, നമ്മൾ പ്രേ ചെയ്യുക, പ്രാർത്ഥിക്കുക, നമുക്ക് സ്പിരിച്വലായിട്ടുള്ള സമാധാനത്തിനും സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് ഒരാൾ പോയി അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നു. അതെന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അങ്ങനെ പ്രാർത്ഥിച്ച വഴി നമുക്ക് പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ, പക്ഷെ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ സർവീസ് ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് അവരെ സഹായിക്കാനായിട്ട് ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോകുന്ന വഴി എന്താണ്, ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എന്താണ്, ആ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് വരാനായിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. മെയിൻലി അവരുടെ ലവ് കൊണ്ടായിരിക്കാം, അവരുടെ അഫെക്ഷൻ കൊണ്ടായിരിക്കാം, സിമ്പതി കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമോഷൻസ് വെച്ചിട്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഓരോരോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ വരും. അപ്പം നമ്മൾ എന്താണ്, അവർക്ക് പൈസ കൊടുക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്
കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി. പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ് മക്കളെ? എക്കണോമിക് ആക്ടിവിറ്റി. നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി. സോ എല്ലാവർക്കും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും എക്കണോമിക് ആക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോകാം. അപ്പം ഈ നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ആക്ടിവിറ്റീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. എന്നിട്ട് ഈ പറഞ്ഞ ഇക്കണോമിക് ആക്ടിവിറ്റീനെ നമ്മൾ എന്താണ്? ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സായിട്ടും പ്രൊഫഷനായിട്ടും എംപ്ലോയ്മെൻ്റ് ആയിട്ടും. എന്താണ് മക്കളെ? ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതിനകത്തെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി, ഏർണിംഗ് മണി, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതിനെ നമ്മൾ എന്താണ്? 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് എന്നും, പ്രൊഫഷൻ എന്നും, എംപ്ലോയ്മെൻ്റ് എന്നും. സോ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ മക്കളെ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്നും കൂടെ ബ്രീഫ് ചെയ്യാനായിട്ട്, ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പീപ്പിൾസ് ഡൂയിങ് ദ ആക്ടിവിറ്റീസ് ഫോർ ഏർണിംഗ് മണി, പൈസ ഉണ്ടാക്കാനായിട്ട് ആളുകൾ ചെയ്യുന്ന ആക്ടിവിറ്റിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി. അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഫർദർ ആയിട്ടുള്ള വെൽത്തും അസറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ. എക്സാമ്പിളായിട്ട് ലോയർ, വർക്കിംഗ് ഇൻ എ സ്കൂൾ, ഡോക്ടർ എക്സെട്ര. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദി ഇൻഡിവിജ്വൽസ് ഫോർ ഗെറ്റിംഗ് ദെയർ എന്താണ്? സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ഫോർ എക്സാമ്പിളായിട്ട് പ്രേ ചെയ്യുന്നു, സോഷ്യൽ സർവീസ് ചെയ്യുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താണ്? ഇതിൻ്റെ ഒന്നും കൂടെ എക്സ്പാൻഷൻ പഠിച്ചു. ഹ്യൂമൻ ആക്ടിവിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അപ്പം ഇത്രയും ക്ലാസ് ഞങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ ലേൺ വിത്ത് NNK. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം എന്താണ് ആ ഒരു വീഡിയോസ് ഞങ്ങൾക്ക് കാണണമെങ്കിൽ, അതേപോലെ തന്നെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. സോ അത്രയേ ഉള്ളൂ മക്കളെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.